ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓണത്തിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് മുന്നേ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പഴവും പപ്പടവും ഒക്കെ ചേർത്തിട്ടുള്ളത്, ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതും ട്രൈ ചെയ്ത് നോക്കൂ. ഇതും വളരെ എളുപ്പത്തിൽ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. കൊഴുക്കട്ടയും ചട്നിയുടെ കോംബോ ആണ് കേട്ടോ. ഒന്നിച്ചിട്ട് ഒരു കംപ്ലീറ്റ് റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇടിയപ്പത്തിന് ഉള്ള പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ പൊടി എടുക്കാം, പുട്ടുപൊടി എടുക്കരുത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 3 നുള്ള് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുകിയ തേങ്ങ, ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ നമുക്ക് ചെറുകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കുന്ന മാതിരി തന്നെ കുറച്ച് ഒഴിക്കാം, മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് ചൂടാവാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് അടച്ചു വയ്ക്കാൻ പോവാണ്. കുറച്ച് നേരം ഇരിക്കട്ടെ. ചട്നിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, 2 വറ്റൽ മുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു 1/4 ടീസ്പൂൺ വരും ഇഞ്ചിയുടെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് ഉപ്പ്. വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അരച്ചെടുത്ത ശേഷം നമുക്ക് കടുക് വറുക്കാൻ എടുക്കാം. അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമറിൻ്റെ പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടാലും മതി. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച്, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. എന്നിട്ട് കുട്ടി ബോൾസാക്കി എടുക്കണം കേട്ടോ. വെള്ളമെങ്ങാനും കൂടി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓരോ ബോൾസ് എടുക്കാം. ഇത്രയും അളവ് മതി കേട്ടോ. നമുക്ക് കുഞ്ഞു ബോൾസാണ് വേണ്ടത്. ഈ ഒരു ഷേപ്പിൽ ഞാൻ എല്ലാം ഉരുട്ടി എടുക്കാൻ പോവുകയാണ്. ഇതേപോലെ സ്റ്റീമറിൻ്റെ പ്ലേറ്റിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ നിറയുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാനതാ കൊഴുക്കട്ട എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ അടുത്തേക്ക് പോവാം, സ്റ്റീം ചെയ്യാം. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. ചട്നി നമ്മൾ അരച്ചത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത് ഷൂട്ട് ചെയ്താണ്, പക്ഷേ ഞാൻ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു. ചൂട് വെള്ളം ഒന്ന് കുലുക്കിയിട്ട് മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി എടുക്കുകയാണ്, എല്ലാം ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചട്നി റെഡിയായി. ഇനി നമുക്കൊന്ന് കടുക് വറുത്ത് ഇടണം. ഓക്കെ, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണ, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, വറ്റൽ മുളക് ഒന്ന് 4 പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒരു കൊത്ത് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്നു, കുറച്ച് എടുത്തിട്ടുണ്ട് ഹരിക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബാക്കി എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചട്നി സ്പ്രെഡ് ചെയ്യുക. ഉണ്ടാക്കി വെച്ച കൊഴുക്കട്ട ഇതിൻ്റെ മേലെ ഇടുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക, കഴിക്കുക.